കണ്ണൂർ തഹസിൽദാർ രത്നേഷ് NK, കണ്ണൂർ തഹസിൽദാർ LR മനോജ് കുമാർ NK, എടക്കാട് വില്ലേജ് ഓഫീസറും കോൺട്രാക്ട് കമ്പനിയുടെ പ്രതിനിധിയും പോലീസ് അധികാരിയും ചിന്മയ സ്കൂൾ, ശബരി ഇൻ്റർനാഷണൽ പ്രതിനിധികളും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ DCC ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ, നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ AP രാഗേഷ്, CK സഹജൻ, സംസ്ഥാന സമിതി അംഗം N ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി അവിനാഷ് അയനിയാട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് അജിലേഷ് ബൈജു, സുധാകരൻ MP PA ഷിബു, വാർഡ് കൗൺസിലർ പ്രീത, മണ്ഡലം പ്രസിഡന്റ് K പ്രഭു, പൊതുപ്രവർത്തകൻ ബാബു ഒമാൻ. ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം കൊണ്ട് ചാല ചിന്മയ സർവീസ് റോഡിൻ്റെ പണി ആരംഭിക്കാനും ശക്തമായ മഴയില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കുമെന്ന് അധികൃതരുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് ഉപരോധം താൽക്കാലികമായി നിർത്തിവെക്കുകയും ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ 10 ദിവസത്തിന് ശേഷം ഉപരോധ സമരവുമായി മുൻപോട്ട് പോകുമെന്നും ചർച്ചയിൽ തീരുമാനിച്ചു. കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തി. അതിൻ്റെ ശരിയായ അതോറിറ്റി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടറുടെ നേരിട്ട് സംസാരിക്കുകയും പ്രൊജക്ട് ഡയറക്ടറുടെ തൊട്ട് താഴെയുള്ള എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരാഴ്ചത്തെ സമയം വേണമെന്നാണ് പറയുന്നത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവും. 2 ദിവസത്തിനുള്ള വർക്ക് തുടങ്ങാൻ കോൺട്രാക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർക്കിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് ആ സമയത്ത് ചെറിയൊരു തടസ്സം അവിടെ റോഡ് ഡൈവേർഷൻ വേണ്ടി വരും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ആ റോഡ് വർക്ക് നടക്കുമ്പോൾ കണ്ടിന്യൂസ് വർക്കാണ്. അപ്പോൾ അവിടെ ഒരു റോഡ് ഡൈവേർഷനും കൂടി കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുന്നവർക്ക് വേറൊരു സൗകര്യം കൂടി ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഈ വർക്ക് ഒരാഴ്ച തുടർച്ചയായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് തീർക്കാവുന്ന പ്രൊജക്ട് ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ADMൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് തന്നെ ADMനെ കണ്ട് സംസാരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയും ഇപ്പോൾ പോയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് അറിയിക്കാൻ. ആദ്യമായിട്ട് ഇനി ഹൈവേ ഉപരോധത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ ആളുകളോടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുകയാണ്. ഇതിൽ നാഷണൽ ജനതാദൾ എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം തുടങ്ങി വെച്ചത്. അത് നേതൃത്വം കൊടുക്കാൻ ആരെങ്കിലും വേണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചിന്മയ മിഷൻ കോളേജ്, ഏകദേശം 500-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ശബരി ഇൻ്റർനാഷണൽ, അതുപോലെ ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് ആളുകൾ, അവരെല്ലാവരും പ്രതികരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഹൈവേ ഉപരോധത്തിന് ഇറങ്ങിയത്. ഞങ്ങൾ ഈ ഒരാവശ്യവുമായിട്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അധികാരികളെ സമീപിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ 10-ാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കണ്ട് നിവേദനം കൊടുത്ത് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഹൈവേ തടയുന്ന അടക്കമുള്ള സമരമുറകളിലേക്ക് മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലും യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ദിവസം ഈ നാഷണൽ ഹൈവേ ഉപരോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ ഇന്നലത്തെ ദിവസം ബഹുമാനപ്പെട്ട MP പ്രതിനിധി, ജനകീയ വികസന സമിതി പ്രതിനിധി ജയകൃഷ്ണനും, അതുപോലെ MP PA ഷിബുവേട്ടനും, ബഹുമാനപ്പെട്ട ഈ വാർഡിലെ കൗൺസിലർ പ്രീതേച്ചിയും നമ്മളൊക്കെ സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട തഹസിൽദാർ എന്നെ വിളിച്ചു. നിങ്ങളുടെ പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കലക്ടറും ADM പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നിങ്ങൾ ഹൈവേ തടയുന്നതിന് മുമ്പ് ഞാൻ അവിടെ വന്ന് നിങ്ങളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് ഒരു ഉറപ്പ് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ ചിന്മയിലെ വിദ്യാർത്ഥികളെയും അതുപോലെ ശബരിയിലെ ആളുകളെയും ബന്ധപ്പെട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ഒരു സമരം ധാരണ ആവുകയാണെങ്കിൽ നിങ്ങൾ വരണ്ട, അതല്ലെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ തൽക്കാലം തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പം ബഹുമാനപ്പെട്ട തഹസിൽദാർ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു കഴിഞ്ഞു, മഴ ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഈ വർക്ക് നീണ്ടുപോകുന്നത്. മഴ ഒരു പ്രശ്നമല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വർക്ക് തുടങ്ങുകയും ഒരാഴ്ച കൊണ്ട് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഇത് ഗതാഗത യോഗ്യമാക്കി തരാമെന്നും സമ്മതിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉറപ്പ് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് T ജയകൃഷ്ണൻ, ഷിബുവേട്ടൻ, പ്രീതേച്ചി, ഇവരോടുള്ള നന്ദി. അതേപോലെ മാധ്യമങ്ങൾ നമുക്ക് നല്ല പിന്തുണ, ഈ സമരത്തിൽ നല്ല പിന്തുണ. ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചപ്പോഴും അതിനുശേഷവും പല ചാനലുകളും വിളിച്ച് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നല്ല രീതിയിലുള്ള പിന്തുണയും നല്ല രീതിയിൽ
പൊതുജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള നല്ല രീതിയിൽ നമുക്ക് സഹായം തന്നെ അവർക്കുമുള്ള നന്ദി രേഖപ്പെട്ടു. ഇത്രയുമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ.